നമ്മൾ ഈ വീഡിയോയിൽ അശ്വത്ഥാമാവിനെ കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകൾ ആണ് നോക്കാൻ പോകുന്നത്. അതിലൊന്നാണ് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ കൃഷ്ണൻ അശ്വത്ഥാമാവിന് കൊടുത്ത ശാപവും അത് എത്ര നാൾ വരെയാണ്, അശ്വത്ഥാമാവ് മരിച്ചോ അതോ ഇപ്പോഴും ചിരഞ്ജീവിയാണോ, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതും ആധികാരികമായ മഹാഭാരത ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി. ദുര്യോധനൻ വീണ നിറഞ്ഞ ദ്രൗണിക്ക് ഉള്ളിലുണ്ടായ വിഷമം സഹിക്കാനായില്ല. മഹാഭാരതത്തിൻ്റെ പല കഥകളിലും തൻ്റെ മിത്രത്തോടുള്ള വിശ്വസ്തത തെളിയിക്കുവാൻ പൂർണ്ണമായി പരിശ്രമിക്കുന്ന ദ്രൗണിയെ നമുക്ക് കാണാം. എന്നാൽ ആധികാരികമായ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ പല സമയത്തും അശ്വത്ഥാമാവിന് ദുര്യോധനാധിപതികളോട് അമർഷം തോന്നുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം മാറി മറിയുന്നത് യുദ്ധാവസാന കാലത്തിലാണ്. ദുര്യോധനൻ ചെയ്ത പല പ്രവൃത്തിയോടും അശ്വത്ഥാമാവിന് വിയോജിപ്പും എതിർപ്പുമുണ്ടായിരുന്നു. എന്നാൽ മഹാഭാരത യുദ്ധാവസാന കാലത്തിൽ കർണനെ പോലെ തന്നെ ദുര്യോധനനോട് നല്ലൊരു സുഹൃത്ത് ബന്ധം അശ്വത്ഥാമാവ് ഉണ്ടാക്കി എന്ന് നമുക്ക് പറയാം. തൻ്റെ മിത്രത്തിനോടുള്ള വിശ്വസ്തത തെളിയിക്കുവാൻ വേണ്ടി, അതുകൊണ്ടാണല്ലോ ദിവ്യഗുണങ്ങളുള്ള ആ ബ്രാഹ്മണൻ ഒരു രാക്ഷസനായി തീർന്നത്. കാരണം രാക്ഷസന്മാർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. രുദ്രൻ ശരീരത്തിൽ കയറിയ അശ്വത്ഥാമാവ് പാണ്ഡവന്മാരെ വധിച്ചു കഴിഞ്ഞ് പാണ്ഡവരുടെ മുഴുവൻ വംശത്തെയും നശിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ബ്രഹ്മശിരാസ്ത്രം ഉപയോഗിക്കുന്നത്. വ്യാസൻ അവിടെ പറയുന്നു, എങ്കിലിത് ചെയ്യൂ. എന്നിരുന്നാലും ഹേ പാപമില്ലാത്തവനെ, മറ്റേതെങ്കിലും ഉദ്ദേശം ചെയ്യരുത്. ഈ ആയുധം പാണ്ഡവ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ എറിഞ്ഞുകൊണ്ട് സ്വയം നിർത്തുക. കോപിഷ്ഠനായ അശ്വത്ഥാമാവനെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി വ്യാസൻ പറയുന്നു, ഇതുകൊണ്ടെങ്കിലും അടങ്ങുന്നു. ആ അവസ്ഥയൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. വൈശമ്പായനൻ ഇങ്ങനെ പറയുന്നു, ദ്വീപിൽ ജനിച്ചവൻ്റെ ഈ വാക്കുകൾ കേട്ട ദ്രോണപുത്രൻ ആ ഉയർത്തിയ ആയുധം പാണ്ഡവ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ എറിഞ്ഞു. അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം പാണ്ഡവ സ്ത്രീകളെ ബാധിക്കില്ല, പക്ഷേ അതവരുടെ ഗർഭധാരണ ശക്തിയെ നശിപ്പിക്കും. അവർക്കിനി കുട്ടികളെ പ്രസവിക്കാൻ കഴിയില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാണ്ഡവ സ്ത്രീകൾ ആരും ബ്രഹ്മശിരം ആക്രമിക്കപ്പെടുമ്പോൾ ഗർഭിണികളായിരുന്നില്ല. എന്നിരുന്നാലും യുദ്ധത്തിൽ മക്കളെ നഷ്ടപ്പെട്ട പാണ്ഡവർക്ക് കുട്ടികളെ പ്രസവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, ഉത്തരയൊഴിച്ച്. കാരണം ഉത്തര ഗർഭിണിയായിരുന്നല്ലോ, അഭിമന്യുവിൻ്റെ ഭാര്യ. ഉത്തര ലക്ഷ്യമായിരുന്നില്ല അശ്വത്ഥാമാവിൻ്റെ, അവരുടെ ഗർഭ ശിശുവായിരുന്നു അവൻ്റെ ലക്ഷ്യം. രാജകീയ പരീക്ഷത്ത് ബ്രഹ്മായുധത്താൽ പീഡിതനായ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നയുടനെ തനിക്കില്ലാത്ത ജീവിതത്തിനായി നിശ്ചലനായി അനങ്ങാതെ കിടന്നു. തൻ്റെ ജനനത്തിലൂടെ അദ്ദേഹം പൗരന്മാരെ സന്തോഷിപ്പിച്ചിരുന്നുവെങ്കിലും താമസിയാതെ അവരെ ദുഃഖത്തിൽ മുക്കി. വില്ലാളി പറയുന്നതെന്തും അസ്ത്രം പ്രഹരിക്കും. എന്നാൽ പാശുപതയെ പോലുള്ള ചില അസ്ത്രങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠമായ ശക്തി കാരണം നിയന്ത്രിക്കാൻ കഴിയില്ല. അശ്വത്ഥാമാവ് ഇവിടെ പരിമിതപ്പെടുത്തിയത് പാണ്ഡവ സ്ത്രീകളുടെ ഗർഭപാത്രങ്ങളെ ലക്ഷ്യമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം വ്യാസൻ അവനെ നിർബന്ധിച്ചു, അല്ലെങ്കിൽ മറ്റു പല രീതിയിലും അശ്വത്ഥാമാവ് നാശം വിതച്ചേനെ. ഇത് നടന്നു കഴിഞ്ഞാണ് ശ്രീകൃഷ്ണൻ അശ്വത്ഥാമാവിനെ വെല്ലുവിളിച്ചതും പരീക്ഷത്തിനെ പുനർജീവിപ്പിച്ചതും. ഈ ഉത്തരം സൗപ്തിക പറവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബോറി ക്രിട്ടിക്കൽ എഡിഷൻ സംസ്കൃത പതിപ്പ് ചാപ്റ്റർ 15, കേസരി മോഹൻ ഗാംഗുലി ഇംഗ്ലീഷ് വിവർത്തനം വിഭാഗം 15. അശ്വമേധ പർവം. ഇത്രയും ക്രൂര പ്രവൃത്തി ചെയ്ത ദ്രോണപുത്രന് വലിയൊരു ശാപമാണ് ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. വാസുദേവൻ പറയുന്നു, ഈ പരമോന്നത ആയുധം അജയമാണ്, അത് തീർച്ചയായും ഇറങ്ങും. ഗർഭപീഠം മരിച്ചു ജനിക്കും. എന്നിരുന്നാലും അത് പുനർജീവിക്കപ്പെടുകയും ദീർഘകാലം ജീവിക്കുകയും ചെയ്യും. നീ ദുഷ്ടനും ഭീരുവുമാണ്, പഠിച്ചവർക്കെല്ലാം അതറിയാം. നീ എപ്പോഴും തിന്മയിലും ദുഷ്ടപ്രവൃത്തികളിലും ഏർപ്പെട്ടിരിക്കുന്നു. കുട്ടികളായവരെ കൊന്ന് നീ അതിജീവിക്കുന്നു. അതുകൊണ്ടാണ് നിന്റെ ദുഷ്ടപ്രവൃത്തികൾക്കുള്ള ഫലം നീ കൊയ്യുന്നത്. കൃഷ്ണൻ എന്നിട്ട് അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ്.
ഹേ ദുഷ്ട, നീ 3000 വർഷം ഭൂമിയിൽ ചുറ്റി നടക്കും. നിനക്കൊരിക്കലും ഒരു കൂട്ടാളി ഉണ്ടാകില്ല. നിനക്കൊരിക്കലും ആരുമായി സംസാരിക്കുവാൻ സാധിക്കുകയുമില്ല. നീ തനിച്ചായിരിക്കും, സഹായികളില്ലാതെ. നിനക്ക് പഴുപ്പിൻ്റെയും രക്തത്തിൻ്റെയും ദുർഗന്ധമുണ്ടാകും. നീ വിജനമായ പ്രദേശങ്ങളിലൂടെ, മരുഭൂമികളിലൂടെ വസിക്കും. ഹേ ദുഷ്ട, എല്ലാത്തരം രോഗങ്ങളും നിന്നെ ചുറ്റി നടക്കും. ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്. അശ്വത്ഥാമാവിന് 3000 വർഷം മാത്രമേ ശ്രീകൃഷ്ണൻ ശാപം കൊടുത്തിട്ടുള്ളൂ. എന്നാൽ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ശാപത്തെപ്പറ്റി മാത്രമാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. ചിലരുടെ വാദമാണ് ശാപം കഴിഞ്ഞു അശ്വത്ഥമാവ് ചിരഞ്ജീവിയല്ല എന്ന്. എന്നാൽ മഹാഭാരതത്തിൽ പലതവണ അശ്വത്ഥമാവ് പറയുന്നുണ്ട് അദ്ദേഹം ഒരു ചിരഞ്ജീവിയാണെന്ന്, കൃപാചാര്യരെ പോലെ. അതുകൊണ്ട് നമുക്കിവിടെ ഊഹിക്കാം ചിരഞ്ജീവിയായാണ് അശ്വത്ഥമാവ് ജനിച്ചതെന്നും കൃഷ്ണൻ കൊടുത്ത ശാപം 3000 വർഷം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും. നീയൊരു ചിരഞ്ജീവിയായി ജീവിക്കട്ടെ എന്ന് കൃഷ്ണൻ ഇവിടെ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്: അശ്വത്ഥമാവ് ഒരു ചിരഞ്ജീവി തന്നെയാണ്, എന്നാൽ 3000 വർഷം ഈ ശാപം കൂടെ കാണും. അതുകൊണ്ട് അശ്വത്ഥമാവ് ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം പല ഹിന്ദു പുരാണങ്ങളനുസരിച്ചും അശ്വത്ഥമാവ് കൽക്കിയുടെ കൂടെ കാണും. 7 ചിരഞ്ജീവികളിൽ ഒരാളാണ്. അതുകൊണ്ട് ശാപം കഴിഞ്ഞു 3000 വർഷം കഴിഞ്ഞ് അശ്വത്ഥമാവ് ഭൂമി വിട്ടു പോയി എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളനുസരിച്ച് പറയാൻ സാധിക്കില്ല.